നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള കോൺഗ്രസിന്റെ എംപിമാരിൽ ഒരാൾ മാത്രമേ മത്സരിക്കുവാൻ സാധ്യതയുള്ളൂ എന്ന വിശകലനത്തിലാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എത്തുന്നത്. അത് മറ്റാരുമല്ല, ആറ്റിങ്ങൽ നിന്നുള്ള ലോക്സഭാ അംഗം അടൂർ പ്രകാശാണ്. കാരണം ഇപ്പോൾ നിരന്തരം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. പിണറായി വിജയൻ കേരളത്തിലെ അവസാനത്തെ ഈഴവ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന ഒരു വിവാദ പരാമർശം മിക്കപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നുണ്ട്. അത് CPM-ന് വേണ്ടിയുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് വ്യക്തമാകേണ്ടത്. കാരണം ഇതിനു പിന്നിൽ CPM-ന്റെ അജണ്ടകൾ ഉണ്ട് എന്ന് വ്യക്തമാകേണ്ടത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് വ്യക്തമായും BJP-യിലേക്ക് ഒഴുകിയിരുന്നു. കാരണം ആറ്റിങ്ങൽ പോലെ ഈഴവ സമുദായത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ BJP വലിയ രീതിയിൽ വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ചിരുന്നു. വി മുരളീധരൻ വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ BJP-യിലേക്ക് വഴുതിമാറിയ ഈഴവ വോട്ടുകൾ തിരിച്ചു സമാഹരിക്കുക എങ്കിൽ മാത്രമേ മൂന്നാമതൊരു പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാകൂ എന്ന് CPM-ന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഇത്തരം വർഗീയ കലർന്ന വിവാദ പ്രസ്താവനകളെ CPM നിശബ്ദം നിസ്സംഗം നോക്കി നിൽക്കുന്നത്. അതിനൊരു ചെക്ക് കൊടുക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ കോൺഗ്രസ് രംഗത്തിറക്കുവാൻ ശ്രമിക്കുന്നത്. കാരണം അടൂർ പ്രകാശ് ഈഴവരായ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനാണ്. മാത്രമല്ല SNDP-യുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ഉയർന്ന ഒരു പ്രമുഖമായ ഒരു മന്ത്രിസ്ഥാനം നൽകി അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിശകലനങ്ങളിലൊക്കെ വ്യക്തമാകുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, കോന്നി തിരിച്ചുപിടിക്കുവാൻ അടൂർ പ്രകാശിനോട് മാത്രമേ സാധിക്കൂ. കോന്നിയിൽ അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് വളരെ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. കോന്നി ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒരു തരത്തിലേക്ക് വളർന്നു വന്നിരുന്നു അടൂർ പ്രകാശിന്റെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് മത്സരിച്ചാൽ കോന്നി ജനീഷ് കുമാറിന് തിരിച്ചുപിടിക്കാം എന്ന ഒരു വിശകലനം കൂടി കോൺഗ്രസിനുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ കോൺഗ്രസിന് MLA-മാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ മുൻനിർത്തി ഈഴവ വോട്ട് സമാഹരിക്കാനും കോന്നി എന്ന നിയമസഭാ മണ്ഡലം തിരികെ പിടിക്കുവാനും കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുന്നു എന്ന വാർത്തകൾ തന്നെയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. പ്രത്യേകിച്ചും CPM ഒരു ഈഴവ കേന്ദ്രീകൃത വോട്ടു ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാൻ തയ്യാറാകുമ്പോൾ കോൺഗ്രസ് അതിന് ചെക്ക് വയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അടൂർ പ്രകാശിനെ പുറത്തിറക്കുന്നത് എന്ന വസ്തുതയുമുണ്ട്. കോൺഗ്രസിലെ പ്രമുഖനായ മറ്റൊരു ഈഴവ സമുദായത്തിലുള്ള നേതാവ് K. സുധാകരനാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില കാരണങ്ങൾ അലട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളും അദ്ദേഹത്തിന് അനുകൂലമല്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. കോൺഗ്രസിൻ്റെ UDF-ന്റെ കൺവീനർ എന്ന നിലയിൽ അടൂർ പ്രകാശിന് മറ്റൊരു കാര്യം കൂടി പ്രാമുഖ്യം നൽകുന്നുണ്ട്. കാരണം UDF കൺവീനർ എപ്പോഴും സംസ്ഥാനം ആസ്ഥാനമാക്കി പ്രവർത്തിക്കണം എന്നൊരു നിർദ്ദേശം UDF-ലെ മറ്റു ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. UDF കൺവീനർ ഒരിക്കലും ഡൽഹി കേന്ദ്രീകൃതമായ ഒരു MP ആയിരിക്കരുത്, കേരളത്തിലെ ഒരു MLA ആയിരിക്കണം എന്ന നിർദ്ദേശം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി വാർത്തകൾ റിപ്പോർട്ട് വരികയാണ്. അതായത് അടൂർ പ്രകാശ് മാത്രമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഏക MP എന്ന രീതിയിൽ വിശ്വസിക്കാൻ പറ്റാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്തകൾ വരുന്നു എന്നതാണ് വാസ്തവം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.